ഞാൻ ഇന്നൊരു ഓർമ്മ പുതുക്കാനുള്ള സ്ഥലം വരെ പോവാൻ നിൽക്കും. ആദ്യം തന്നെ അമ്മയോട് ടാറ്റ പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്റെ കയ്യിൽ സ്വന്തമായിട്ട് വണ്ടിയില്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാവിടേക്കും ബസ്സിനാണ് പോകുന്നത്. എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ബസ് കിട്ടി. ഈ ബസ് ഞാൻ പോകേണ്ട സ്ഥലത്തേക്ക് ഡയറക്റ്റ് ഉള്ള ബസ്. ഞാൻ എപ്പോഴും ബസ്സിന് പോകുന്ന സമയത്ത് ഗെയിം കളിച്ചിട്ടാണ് സമയം കളയാറുള്ളത്. അങ്ങനെ ഞാൻ ആ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഈ വഴി നോക്കണേ ചെറിയ വഴി നിറയെ പാടങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ഇത്. ഈ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഇത് എന്റെ അമ്മന്റെ വീടാണ്. ഈ വീട്ടിലാണ് അമ്മ ചെറുപ്പം മുതൽ കളിച്ച് വളർന്നതൊക്കെ. ഇതാണ് അമ്മന്റെ അച്ഛൻ, അതായത് എന്റെ അപ്പാപ്പൻ. പിന്നെ ഇതാണ് എന്റെ അമ്മന്റെ അമ്മ. ഇവിടെ എത്തി ഞാൻ ചെറിയൊരു പണി എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത്. കുറെ കാലമായിട്ട് ഈ വീട് അടച്ചുപൂട്ടിയിരിക്കുകയായിരുന്നു. അപ്പൊ ഇവിടെയൊക്കെ വൃത്തിയാക്കുന്ന വലിയമ്മ എന്നെ വിളിച്ചു പറഞ്ഞു. ഞാനിപ്പോ സഹായിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നു. ഞാനിവിടെ അടിച്ചു വാരി കൈക്കോട്ട് കൊണ്ട് ചെത്തിയെടുത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് ആവശ്യമില്ലാത്ത ചെടിയും തുപ്പൊക്കെ വെട്ടിയെടുത്തു. വലിയച്ഛന്റെ വീട്ടിൽ ആടുള്ളതുകൊണ്ട് ആൾ ഇതൊക്കെ എടുത്തിട്ട് പോകും. പണ്ട് ഞാൻ പിന്നെ ഒരുപാട് ഓടി നടന്ന് കളിച്ച സ്ഥലമാണ് ഇതൊക്കെ. എനിക്ക് ഇതൊക്കെ ഇപ്പൊ കാണുമ്പോൾ ഭയങ്കര മിസ്സിംഗ് ആയി തോന്നുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഞാൻ നോക്കി കാണും. ഇതാണ് അമ്മന്റെ കല്യാണം കഴിയുന്ന മുന്നേ എടുത്ത ഫാമിലി ഫോട്ടോ. പിന്നെ വീട്ടിലൊരു മണിയുണ്ട്, അത് അടിച്ചു നോക്കി ഞാൻ വീട്ടിന്റെ ചുറ്റും ഒന്നുകൂടെ കാണാൻ പോകും. ഇതാണ് എന്റെ അമ്മന്റെ മൂത്ത ചേച്ചി. ഇവര് തമിഴ്നാട് സെറ്റിലാണ്. ഇതെന്റെ മാമൻ, ഇതെന്റെ അമ്മായി. ഞങ്ങളെല്ലാവരും ചേർന്നിട്ടാണ് ഈ വീട് വൃത്തിയാക്കിയത്. എന്തൊക്കെ പറഞ്ഞാൽ ഈ വീട്ടിൽ എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. ഓർമ്മകളെല്ലാം ആലോചിച്ച ശേഷം ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ബസ്സിൽ തന്നെയാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അവിടെ എത്തിയിട്ട് ഒരു സോഡയും കുടിച്ചിട്ട് വീട്ടിലേക്ക് നടക്കുകയാണ്. വലിയമ്മയും അമ്മായി തന്ന കുമ്പളങ്ങി പഞ്ചസാരയും വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് ഞാൻ അന്നത്തെ ദിവസം അവസാനിച്ചത്.